ഹലോ, അപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയത്. അപ്പൊ അങ്ങനെ വിചാരിച്ചൊരു വാലന്റൈൻസ് കേക്ക് ഉണ്ടാക്കാന്ന്. ചുമ്മാ കേക്ക് തിന്നാൻ ഓരോ കാരണങ്ങൾ. അങ്ങനെ ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കേക്ക് ഇപ്പൊ ഇവിടെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊരു പുത്രയല്ല. പക്ഷെ കേക്കിന്റെ പൊടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കടക്കാരെന്നെ പറ്റിച്ചു, റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ റെഡ് കളർ പൊടിക്ക് പകരം ഒരു കോക്കോ പൗഡറിന്റെ പൊടി പോലെ. എന്തായാലും ആവട്ടെ, കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ മുട്ട ആദ്യം പൊട്ടിച്ചു. ഇതിപ്പോ അവള് മുട്ട തന്നെയാണോ പൊട്ടിക്കണേ, മുട്ട അവളെയാണോ പൊട്ടിക്കണേ? ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ അധികം ഇടപെടാത്തതുകൊണ്ട് എന്റെ ചേച്ചിയാണ് കേക്കൊക്കെ ഉണ്ടാക്കി തരുന്നത്. മുട്ട പൊട്ടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ഷെല്ലിടണല്ലോ, അത് നിർബന്ധമാണ്. ഈ ഷെല്ലൊന്നും എടുത്ത് കളയുന്ന വീഡിയോ ഇടരുതെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞോണ്ട് ഞാൻ ഇട്ടു. ഞാൻ അങ്ങനെയാണ്, നല്ല അനുസരണയുള്ള അനീറ്റിയാണ്. അങ്ങനെ ഷെല്ലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒരു റെഡ് കളർ ഞാൻ കാണുന്നു. ഇതെന്നത് മാജിക് പൗഡറോ? അപ്പൊ അങ്ങനെ അവള് വെള്ളവും എണ്ണയൊക്കെ എടുത്തു. അങ്ങനെ വെജിറ്റബിൾ ഓയിലും വെള്ളവും എടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മെഷറിംഗ് കപ്പിന് പകരം എന്റെ ചേച്ചി എടുത്തത് കൊച്ചിന്റെ മരുന്ന് കൊടുക്കുക അവന്റെ മെഷറിംഗ്. ആ, ലോകത്തിന്റെ ഒരു വളർച്ചയും എന്റെ ചേച്ചിയുടെയും. പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതെന്ത് മാജിക് പൗഡറോ? നിറം മാറി റെഡ് കളർ ആകുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ? ഇതിപ്പോ എനിക്ക് വെട്ടേതാണോ അതോ ഇത് വേറെ എന്തെങ്കിലും സാധനമാണോ? എന്തായാലും നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു ഗംഭീര മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ, ബട്ടർ തേച്ച പാത്രത്തിലേക്ക് കേക്കിന്റെ മിക്സ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ച് കുറച്ചേരം അങ്ങോട്ട് വേവിക്കുക. അതൊക്കെ തന്നെ പരിപാടി. സ്റ്റൈലായിട്ടൊന്ന് കുക്കർ വയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ സംഭവം പാളിപ്പോയി. പിന്നെ ഈ കുക്കറിൽ വെച്ചിട്ടുള്ള പാത്രത്തിന്റെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വീഡിയോ ഒക്കെ കാണും. ഇതൊന്നും എന്റെ ചേച്ചി ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ തുടക്കം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ അല്ലെങ്കിലും നല്ല നീറ്റിയാണ് അല്ലേ ചേച്ചി? ഈ കുക്കർ അടച്ച് വെക്കാൻ ക്ഷമയോടെ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ ഇരിക്കുക. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ ചേച്ചിയുടെ സ്ഥിര അലങ്കരിച്ച പരിപാടി കഴിഞ്ഞ നേരത്തെ നിങ്ങൾ കണ്ട ആ കേക്ക് ഫൈനൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കേക്ക് എന്ന് കണ്ട ബർത്ത്ഡേ ആഘോഷമാണ്. അങ്ങനെ കേക്ക് മുറിച്ചൊരു പീസും കഴിച്ചു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ, ബൈ.